കഴിഞ്ഞ ദിവസം ബ്രേക്ക് പാഡിൽ നിന്ന് വല്ലാത്തൊരു സൗണ്ട് കേട്ടു തുടങ്ങി. ഞാൻ കരുതി ഈ പാലത്തിൽ നിന്ന് പുഴയിലേക്കും ഈ അമ്പലത്തിലേക്കും നോക്കി കാണാൻ എത്ര മനോഹരമെന്നും അതിനിടയിൽ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഞാനൊരു കൊച്ചു ബോക്സ് മേടിച്ചു കേട്ടോ. ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. നമ്മളിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ ഹിമാലയൻ 450യുടെ ബാക്കിലെ ബ്രേക്ക് പാഡ് മാറി. രണ്ടാമത്തത്, ബാക്കിൽ ഒരു ബോക്സ് ഫിറ്റ് ചെയ്തു സ്റ്റഡിൻ്റെ. മൂന്നാമത്തത്, മഴയത്ത് ഒരടിപൊളി ട്രിപ്പ് നമ്മളിപ്പോൾ പോവുകയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയുമില്ലാത്ത റൈഡ്. എല്ലാം ഞാൻ വിശദമായി പറയാം. ആദ്യം ബ്രേക്ക് പാഡിൽ നിന്ന് തുടങ്ങാം. 8000 കിലോമീറ്റർ തേച്ചിരിക്കുന്നു നമ്മുടെ ഈ വെള്ളം കുതിര. 7500 ആയപ്പോഴേക്കും ബ്രേക്ക് പാഡ് പൂർണ്ണമായിട്ടും തീർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ബ്രേക്ക് പാഡിൽ നിന്ന് വല്ലാത്തൊരു സൗണ്ട് കേട്ടു തുടങ്ങി. ഞാൻ കരുതി ചെളി മണ്ണുമൊക്കെ കയറി അങ്ങനെ ഉണ്ടാവുന്നൊരു സൗണ്ടാണെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് തീർന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ആദ്യം സർവീസ് സെൻറ്ററിലേക്കാണ് വിളിച്ചു ചോദിച്ചത്. 3300 രൂപ. ഡെയിലി ഓടിക്കുന്നതല്ലേ, അത്രയും വിലയുള്ളതൊക്കെ മേടിച്ചിട്ടാൽ മുതലാവില്ല എന്ന് കരുതി. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, വണ്ടി മേടിച്ചിട്ട് അത് ഓടിക്കാതിരിക്കാൻ കഴിയും, പ്രത്യേകിച്ചും ബൈക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിലയുടെ ബ്രേക്ക് പാഡ് കിട്ടുമോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ഓൺലൈനിൽ കയറി തപ്പിയപ്പോഴാണ് വെർസയുടെ 1300 രൂപ വിലയുള്ള സെറാമിക് ബ്രേക്ക് പാഡ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, വൈറ്റ്ലയിലെ ഒരു ഷോപ്പിലേക്ക് വിളിച്ചു ചോദിച്ചു. അവിടെ ഉണ്ടെന്നറിഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ചെന്നു. ബ്രേക്ക് പാഡ് മാറി. വളരെ സിമ്പിളാണ് ഈ ബ്രേക്ക് പാഡ്. നമുക്ക് തന്നെ ഊരി മാറ്റി വേറെ ഒന്ന് ഫിറ്റ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. 3 തരം ബ്രേക്ക് പാഡുകളാണുള്ളത്: ഓർഗാനിക്, സെറാമിക്, സിന്തേഡ്. നാച്ചുറൽ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയത് കൊണ്ടാണ് ഓർഗാനിക് എന്ന പേര് വന്നത്. റബ്ബർ, ഗ്ലാസ്, ഫൈബർ ഗ്ലാസ്, കാർബൺ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പദാർത്ഥങ്ങൾ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ഈ ഓർഗാനിക് ബ്രേക്ക് പാഡ്. ചിലവ് കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയത് കൊണ്ടാണ് ഇതിൻ്റെ വിലയും കുറവ്. സാധാ ബൈക്കുകൾക്കൊക്കെ ഒരു 160 രൂപ മുതൽ, നമ്മുടെ ഹോണ്ടയ്ക്ക് പോലും 160 രൂപ മുതലുള്ള ബ്രേക്ക് പാഡുകൾ കിട്ടും. ഈ ഓർഗാനിക് ബ്രേക്ക് പാഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡസ്റ്റ് പിടിച്ചിരിക്കില്ല ഇതിൻ്റെ ബ്രേക്ക് ഡിസ്കുകളിൽ. അത് മാത്രമല്ല, ബ്രേക്ക് ഡിസ്കിനെ ഒരുപാട് കാർന്ന് തിന്നുകയുമില്ല. ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ബ്രേക്കിൻ്റെ പവർ ഒരല്പം കുറവെന്നുള്ളതാണ്. അതൊഴിച്ചാൽ ഇത് അത്യാവശ്യം നല്ല ബ്രേക്ക് പാഡ് തന്നെയാണ്. ഇത് ഹാർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വേഗം തേഞ്ഞു തീരുകയും ചെയ്യും കേട്ടോ. അടുത്ത സെറാമിക് ബ്രേക്ക് പാഡ്. ക്ലേ ആണ് ഇതിൻ്റെ പ്രധാന മെറ്റീരിയൽ. പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൂട്ടിയിണക്കിയാണ് ഇത് ഉണ്ടാക്കുന്നത്. 50% കോപ്പറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഡിസ്കിനെ ഏറ്റവും സംരക്ഷിക്കുന്നത് സെറാമിക് ബ്രേക്ക് പാഡുകളാണ്. ബ്രേക്ക് ഡസ്റ്റ് ഒട്ടും തന്നെ ഡിസ്കിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല. ഇതിന് സിന്തേഡിൻ്റെ അത്രയും ബ്രേക്ക് ബൈറ്റ് ഉണ്ടാവില്ലെങ്കിലും അത്യാവശ്യം നല്ല ബ്രേക്ക് പാഡുകൾ തന്നെയാണിത്. ചൂടായി കഴിയുമ്പോൾ ഒരല്പം ബ്രേക്ക് ഇത്തിരി കുറയും എന്ന ന്യൂനത ഒഴിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം സെറാമിക് ബ്രേക്ക് പാഡുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തത് സിന്തേഡ് ബ്രേക്ക് പാഡ്. 70% മെറ്റൽ പാർട്ടിക്കിൾസ് ഇതിലുണ്ടായിരിക്കും. ഇരുമ്പ്, കോപ്പർ, സ്റ്റീൽ, ബ്രാസ് അങ്ങനെ തുടങ്ങിയ പദാർത്ഥങ്ങളെല്ലാം ആഡ് ചെയ്താണ് ഈ ബ്രേക്ക് പാഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും നല്ല ബൈറ്റാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്തെന്ന് വെച്ചാൽ
ഒരുപാട് ഡസ്റ്റ് ഇതിൻ്റെ ഡിസ്കുകളിൽ പറ്റി പിടിച്ചിരിക്കും. അത് മാത്രവുമല്ല, ഈ ബ്രേക്ക് ഡിസ്കിനെ ഉണ്ടല്ലോ ഇവൻ കാർന്ന് തിന്നുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ വിലയാണെങ്കിൽ മറ്റുള്ളതിനേക്കാൾ ഏറ്റവും കൂടിയ വിലയായിരിക്കും. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വിഷയം വിടാം. നമ്മുടെ കയ്യിൽ 2 വണ്ടിയാണ് ഇരിക്കുന്നത്. വണ്ടി എന്ന് പറയുന്നതിനേക്കാൾ 2 ചങ്കാണ് ഉള്ളതെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഈ 2 ചങ്ക് കാണിച്ചിട്ട് ഏത് ചങ്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിമാലയൻ 450 എന്ന് പറയും. ഞാൻ ഈ മോഡലിനെ അത്ര ഇഷ്ടപ്പെടും. എത്രയും വർഷങ്ങളായി ആഗ്രഹിക്കുന്നു ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കണമെന്ന്. പിറകിൽ 2 ബാക്ക് വെച്ച് ഫ്രണ്ടിൽ വലിയ വിൻഷീൽഡൊക്കെ ഉള്ള ഒരു വണ്ടി. ശരിക്കും ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു തന്നത് റോയൽ എൻഫീൽഡ് എന്ന കമ്പനിയാണ്. നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും അത് പിന്നെ സാക്ഷാത്കരിപ്പിച്ചു തന്നതും റോയൽ എൻഫീൽഡ് എന്ന കമ്പനി തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതെന്ന് ചോദിച്ചാൽ ഡ്യൂക്കാട്ടിയുടെ ഡെസർട്ട് എക്സ് എന്ന ബൈക്ക് ഞാൻ ആദ്യം പറയുള്ളൂ. പിന്നെ എനിക്കിഷ്ടം ഡ്യൂക്കാട്ടിയുടെ സ്ക്രാംബ്ലറാണ്. നമ്മുടെ ഹിമാലയൻ 450യുടെ വെയിറ്റ് ഞാൻ പലപ്പോഴും ആസ്വദിക്കാറുണ്ട്. ഹോണ്ട 350 RS ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോകുന്ന ആ ഒരു ഫീൽ ഈ വെയിറ്റ് തന്നെയാണ്. ഇത് ഓടിച്ചിട്ട് ഹോണ്ട ഓടിക്കുമ്പോഴുണ്ടല്ലോ ഒരു ചെറിയ ബൈക്ക് ഓടിക്കുന്ന പോലെയാണ്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഹിമാലയൻ 450. ഇതിൻ്റെ ബാക്കിൽ ഒരു ബോക്സ് പിടിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ 2 ബോക്സ് മേടിച്ച് വരുമ്പോൾ തന്നെ നല്ല പൈസയാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഞാനൊരു കൊച്ചു ബോക്സ് മേടിച്ചു കേട്ടോ. സ്റ്റഡ്സിൻ്റെയാണ്. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടോ? എന്തായാലും ഈ വണ്ടിയുടെ ഒരു ബ്ലാക്കും വൈറ്റും പിന്നെ ഈ ബോക്സിൻ്റെ ബ്ലാക്കും ഒരു കളർ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇതവിടെ വച്ചു. ഇനി പറയാൻ ബാക്കി വച്ചിരിക്കുന്നത് നമ്മുടെ ഈ യാത്രയെക്കുറിച്ചാണ്. ഇന്ന് ഞായറാഴ്ച മോൾക്കൊരാഗ്രഹം മഴയത്തൊരു ട്രിപ്പ് പോകാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടു. ഇത് പിറവം പാഴൂർ അമ്പലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഒരു കല്യാണത്തിന്. പിന്നീട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ അമ്പലം പിറവത്ത് എവിടെയായിട്ടാണെന്ന്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ഈ അമ്പലം കണ്ടത്. റോഡിലൂടെ പോകുമ്പോഴാണ് ഈ അമ്പലം ശ്രദ്ധിക്കപ്പെട്ടത്. മനോഹരമായ ഒരു പുഴയും ഒരു പാലവുമൊക്കെയാണ് ഈ അമ്പലത്തിനെ കൂടുതൽ സുന്ദരമാക്കുന്നത്. നല്ല ഒഴുക്കുള്ള പുഴ, നല്ല അടിയൊഴുക്കുണ്ട്. പുഴയിലേക്ക് കടക്കാൻ ഒരു പാലം. ഈ പാലത്തിൽ നിന്ന് പുഴയിലേക്കും ഈ അമ്പലത്തിലേക്കും നോക്കി കാണാൻ എത്ര മനോഹരമെന്നും. അതിനിടയിലാണ് ഇവരുടെ ഈ മീൻപിടുത്തം. പലപ്പോഴും പ്രതീക്ഷയില്ലാത്ത യാത്രകൾക്കാണ് ഓർത്തു വയ്ക്കാൻ ഒരുപാട് ഓർമ്മകൾ തരുന്നത്. അത്തരത്തിലുള്ള ഒരു ഓർമ്മയായിരിക്കും ഈ യാത്ര. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ.